നമസ്കാരം. മാത് കഫേയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ്സിൻ്റെ മോഡൽ പരീക്ഷയുടെയും പബ്ലിക് പരീക്ഷയുടെയും ടൈം ടേബിളെല്ലാം വന്നു കഴിഞ്ഞു. കൂട്ടുകാരുടെ പഠനം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ആദ്യ പാഠമായ അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ കുറച്ച് ഭാഗങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് ചെറിയ ഒരു റിവിഷൻ ക്ലാസ് ആണ്. ഈ പാഠത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ എന്താണെന്നും ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യോത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പാഠത്തിൽ നിന്ന് മെയിനായിട്ട് നമുക്ക് അറിയേണ്ടത് 4 കാര്യങ്ങളാണ്. ഒന്നാമതായി, എന്താണ് ഒരു സീക്വൻസ് അഥവാ ശ്രേണിയെന്നും ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻസ് അഥവാ ബീജഗണിത രൂപം എങ്ങനെയാണ് എഴുതേണ്ടത് എന്നും പഠിക്കണം. അതിനുശേഷം അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്നും അരിത്തമെറ്റിക് സീക്വൻസുകളിലെ ടേംസും ഈ ടേംസിൻ്റെ പൊസിഷനും അതുപോലെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനും നമുക്ക് പഠിക്കാം. ഇനി ഇമ്പോർട്ടൻ്റായി ഈ പാഠത്തിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് സീക്വൻസുകളുടെ ഓൾജിബ്ര അഥവാ ബീജഗണിത രൂപം എഴുതാനാണ്. ഓൾജിബ്രൈക് ഫോമിൽ അരിത്തമെറ്റിക് സീക്വൻസുകളെ എക്സ്പ്രസ് ചെയ്യാനും തന്നിരിക്കുന്ന ഓൾജിബ്രൈക് ഫോമിൽ നിന്ന് അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കാനും നമുക്ക് പഠിക്കാം. അവസാനമായി നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസിലെ നിശ്ചിത ടേംസിൻ്റെ തുക അഥവാ സമ്മ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നും നമുക്ക് നോക്കാം. പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച നമ്പർ സീക്വൻസുകളെ പറ്റി ഒന്ന് നോക്കാം. ആദ്യമായി നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. ഇതിനെ നമ്മൾ n എന്ന അക്ഷരം കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. 1, 2, 3, 4 ഇങ്ങനെയുള്ള നമ്മുടെ എണ്ണൽ സംഖ്യകളുടെ ശ്രേണിയെയാണ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഹോൾ നമ്പേഴ്സിൻ്റെ ശ്രേണി എന്ന് നോക്കാം. നമ്മളുടെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ 0യും കൂടി കൂട്ടുമ്പോൾ കിട്ടുന്ന ശ്രേണിയാണ് ഹോൾ നമ്പേഴ്സിൻ്റെ ശ്രേണി അഥവാ സീക്വൻസ് എന്ന് വിളിക്കുന്നത്. ഇതിൽ 0, 1, 2, 3 എന്നിങ്ങനെയുള്ള സംഖ്യകൾ അടങ്ങിയിരിക്കുന്നു. ഇനി നമുക്ക് അടുത്തതായി എന്താണ് ഈവൻ നമ്പേഴ്സിൻ്റെ ശ്രേണി എന്ന് നോക്കാം. സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് 0, 2, 4, 6 എന്നിങ്ങനെയുള്ള സംഖ്യാശ്രേണിയാണ്. ഇവിടെ ആദ്യത്തെ സംഖ്യയായ 0നോട് 2 കൂട്ടുമ്പോൾ നമുക്ക് രണ്ടാമത്തെ സംഖ്യയായ 2 കിട്ടുന്നു. 2നോട് 2 കൂട്ടുമ്പോൾ 4 കിട്ടുന്നു. 4നോട് 2 കിട്ടുമ്പോൾ 6 കിട്ടുന്നു. എന്നിങ്ങനെ 2ൻ്റെ ഗുണിതങ്ങളാണ് ഈവൻ നമ്പേഴ്സിൻ്റെ സീക്വൻസിൽ അഥവാ സെറ്റിൽ ഉള്ളത്. ഇരട്ട സംഖ്യകളുടെ ശ്രേണിയാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇനി എന്താണ് ഒറ്റ സംഖ്യകളുടെ ശ്രേണി അഥവാ ഓഡ് നമ്പേഴ്സിൻ്റെ സെറ്റ് എന്ന് നോക്കാം. ഇവിടെ നമുക്ക് 1, 3, 5, 7 എന്നിങ്ങനെയുള്ള ശ്രേണിയാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. ഇവിടെയും ആദ്യത്തെ സംഖ്യയോട് 2 കൂട്ടുമ്പോഴാണ് രണ്ടാമത്തെ സംഖ്യ കിട്ടുന്നത്. രണ്ടാമത്തെ സംഖ്യയോട് 2 കൂട്ടുമ്പോൾ മൂന്നാമത്തെ സംഖ്യ കിട്ടുന്നു. ഇങ്ങനെയാണ് ഈ സെറ്റ് നമുക്ക് അല്ലെങ്കിൽ ഈ സീക്വൻസ് നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്തത് ഇൻറ്റിജേഴ്സിൻ്റെ കളക്ഷൻ. എന്തായാലും ഇൻറ്റിജേഴ്സ് ഇൻറ്റിജേഴ്സിന് മലയാളത്തിൽ പറയുന്നത് പൂർണ്ണസംഖ്യകൾ എന്നാണ്.
നമ്മുടെ കയ്യിലുള്ള നാച്ചുറൽ നമ്പേഴ്സും സീറോയും അതുപോലെ നെഗറ്റീവ് നമ്പേഴ്സും ചേരുന്നതാണ് ഇൻറ്റിജേഴ്സ് അഥവാ പൂർണ്ണസംഖ്യകളുടെ ശ്രേണി. ഇവിടെ നമുക്ക് സീറോ ഉണ്ടാകും, പോസിറ്റീവ് നമ്പേഴ്സ് അഥവാ അതിസംഖ്യകൾ ഉണ്ടാകും, അതുപോലെ ഈ സംഖ്യകളുടെ നെഗറ്റീവ് നമ്പേഴ്സ് അഥവാ ന്യൂനസംഖ്യകളും ഉണ്ടാകും. ഇനി എന്താണ് റാഷണൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻ എന്ന് നോക്കാം. എന്താണ് റാഷണൽ നമ്പർ? P/Q എന്ന ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുകയും ക്യൂവിൻ്റെ വാല്യൂ ഒരിക്കലും സീറോ ആകാൻ ചെയ്യാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. 1/2, 3/5, 8/10 ഇതെല്ലാം റാഷണൽ നമ്പേഴ്സിന് എക്സാമ്പിൾ ആണ്. ഇവിടെ നോക്കുക, മുകളിൽ ഉള്ള നമ്പറിനെ നമ്മൾ ന്യൂമറേറ്റർ അഥവാ അംശമെന്നും താഴെയുള്ള നമ്പറിനെ നമ്മൾ ഡിനോമിനേറ്റർ അഥവാ ഛേദം എന്നും വിളിക്കുന്നു. ഇങ്ങനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററുമുള്ള ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ റാഷണൽ നമ്പർ എന്ന് വിളിക്കുന്നത്. ഇപ്പം ഇവിടെയുള്ള 8/10 ഒരു റാഷണൽ നമ്പറാണ് എന്ന് പറഞ്ഞു. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് 4/5 എന്നും എഴുതാം. ഇവിടുത്തെ കോമൺ ഫാക്ടേഴ്സിനെ നമുക്ക് ക്യാൻസൽ ചെയ്തുകൊണ്ട് 8/10നെ നമുക്ക് 4/5 എന്ന് എഴുതാം. ഇങ്ങനെ പിക്കും ക്യൂവിനും കോമണായി ഫാക്ടേഴ്സ് ഒന്നുമില്ലാതെയും അതുപോലെ ക്യൂ സീറോ ആകാതെ ഇരിക്കുകയും ചെയ്യുന്ന രീതിയിൽ എഴുതുന്ന ഫ്രാക്ഷൻസിനെ അല്ലെങ്കിൽ സംഖ്യകളെ നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നു. ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യൂ എന്ന അക്ഷരം കൊണ്ടാണ്. എന്താണ് സെറ്റ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ്, അല്ലെങ്കിൽ എന്താണ് ഇറാഷണൽ നമ്പർ എന്ന് നോക്കാം. ഇവിടെ നമ്മൾ P/Q എന്ന ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന നമ്പേഴ്സിനെ റാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നു. ഇത്തരത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. √2, √3, √5, √7, π ഇതെല്ലാം ഇറാഷണൽ നമ്പർ ആണ്. അപ്പം ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 2 എന്ന ഒരു നമ്പർ എടുത്തു. ഈ 2 എന്ന നമ്പറിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഘടകങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമുക്കറിയാം 1ഉം 2ഉം മാത്രമാണ് ഈ 2 എന്ന സംഖ്യയുടെ ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ്. ഇത്തരത്തിൽ 1ഉം അതേ സംഖ്യ തന്നെയും ഘടകങ്ങളായി വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. 3 എന്ന നമ്പർ എടുത്താൽ 3യുടെ ഫാക്ടേഴ്സ് 1ഉം 3യും മാത്രമാണ്. 5 എടുത്താൽ 5ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 5ഉം 1ഉം മാത്രമാണ്. ഇത്തരത്തിൽ ആ നമ്പറും അതുപോലെ 1ഉം മാത്രം ഫാക്ടർ അഥവാ ഘടകമായി വരുന്ന സംഖ്യകളെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ അല്ലാത്ത നമ്പറിനെ നമ്മൾ കമ്പോസിറ്റ് നമ്പർ എന്ന് വിളിക്കുന്നു. ഉദാഹരണമായി 6 എന്ന നമ്പർ എടുത്താൽ 6ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 6, 2, 3 ഇങ്ങനെ 4 ഫാക്ടേഴ്സ് ഉണ്ട് 6ന്. സോ നമുക്ക് 6 എന്ന നമ്പറിനെ കമ്പോസിറ്റ് നമ്പർ എന്ന് വിളിക്കാൻ കഴിയും. 6ന് 1ഉം 6ഉം മാത്രമല്ല ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങളായിട്ടുള്ളത്. 2ഉം 3യും മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് 6 കിട്ടുന്നു. അങ്ങനെ കമ്പോസിറ്റ് നമ്പർ നമുക്ക് മനസ്സിലാക്കാം. ഇനി എന്താണ് മൾട്ടിപ്പിൾസ് ഓഫ് എ നമ്പർ എന്ന് പറഞ്ഞാൽ? ഒരു നമ്പറിൻ്റെ ഗുണിതം അഥവാ ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ 5 എന്ന ഒരു നമ്പർ എടുത്താൽ 5ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 5 ones are 5, 5 twos are 10, 5 threes are 15, 5 fours are 20. ഇങ്ങനെ 5 എന്ന നമ്പറിനോട് നമ്മൾ ഓരോ നാച്ചുറൽ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ആ നമ്പറിനെ മൾട്ടിപ്പിൾസ് അഥവാ ഗുണിതം എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം.
സോ ഫസ്റ്റ് നമുക്ക് എന്താണ് ഒരു നമ്പർ സീക്വൻസ് എന്ന് നോക്കാം. നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത് നമ്പേഴ്സിൻ്റെ ഒരു കളക്ഷൻ അഥവാ സെറ്റാണ്. നമ്പേഴ്സിൻ്റെ അഥവാ സംഖ്യകളുടെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ നമ്പർ സീക്വൻസ് എന്ന് വിളിക്കുന്നത്. എല്ലാത്തരം കൂട്ടങ്ങളെയും നമുക്ക് നമ്പർ സീക്വൻസ് എന്ന് വിളിക്കാൻ കഴിയില്ല. ഈ കളക്ഷനിലെ നമ്പേഴ്സിന് ഒരു പ്രത്യേക ഓർഡറും ഒരു പ്രത്യേക റൂളും ഉണ്ടെങ്കിലാണ് അതൊരു സീക്വൻസ് ആകുള്ളൂ. ഒരു പെർട്ടിക്കുലർ ഓർഡറും ഒരു പെർട്ടിക്കുലർ റൂളും ഉപയോഗിച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു നമ്പേഴ്സിൻ്റെ സെറ്റിനെ അഥവാ ഗ്രൂപ്പിനെയാണ് നമ്മൾ നമ്പർ സീക്വൻസ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണമായി 4, 6, 10 എന്നിങ്ങനെയുള്ള ഈ സീക്വൻസ് എടുത്ത് നോക്കാം. ഇവിടുത്തെ ആദ്യം നമുക്ക് 4 എന്ന ഒരു നമ്പർ ഉണ്ട്. അതിനുശേഷം നമുക്ക് ഈ കളക്ഷനിൽ 6ഉം അതിനെ തുടർന്ന് 8ഉം 10ഉം ഉണ്ട്. ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ ഫസ്റ്റ് നമ്പർ 4 ആണ്, സെക്കൻഡ് നമ്പർ 6 ആണ്, തേർഡ് നമ്പർ 8 ആണ് എന്നിങ്ങനെ നമുക്ക് പറയാൻ കഴിയുന്നു. അതുപോലെ ഇവിടെ നമുക്കറിയാം ഈ സീക്വൻസിലെ ഓരോ നമ്പറും ഒരു ഈവൻ നമ്പറാണ്. ഫസ്റ്റ് നമ്പറായ 4നോട് 2 കൂട്ടുമ്പോൾ നമുക്ക് സെക്കൻഡ് നമ്പർ കിട്ടുന്നു. സെക്കൻഡ് നമ്പറിനോട് 2 കൂട്ടുമ്പോൾ നമുക്ക് തേർഡ് നമ്പർ കിട്ടുന്നു. അങ്ങനെ ഒരു പ്രത്യേക റൂൾ ഉപയോഗിച്ച് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്ന ഈ നമ്പേഴ്സിൻ്റെ സെറ്റ് അഥവാ കളക്ഷനെ നമുക്ക് ഒരു നമ്പർ സീക്വൻസ് എന്ന് വിളിക്കാം. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമുക്ക് 1, 4, 7 എന്നിങ്ങനെയുള്ള ഒരു കളക്ഷനാണ് ഉള്ളത്. ഇവിടുത്തെ ഓരോ ഫസ്റ്റ് മെമ്പർ എന്ന് പറയുന്നത് 1 ആണ്, സെക്കൻഡ് മെമ്പർ എന്ന് പറയുന്നത് 4ഉം തേർഡ് മെമ്പർ എന്ന് പറയുന്നത് 7ഉമാണ്. അതുപോലെ ഈ സീക്വൻസിലെ ഓരോ നമ്പറിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്രയാണ് കിട്ടുന്നത് എന്ന് നോക്കൂ. 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 തന്നെയാണ്. 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 ആണ്. അതുപോലെ 7നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ 1 ആണ്. ഇങ്ങനെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന സംഖ്യകളുടെ ശ്രേണിയാണ് ഞാൻ രണ്ടാമതായി എടുത്തിരിക്കുന്നത്. ഇവിടെയും ഒരു പ്രത്യേക നിയമം അനുസരിച്ചാണ് ഈ ഒരു ശ്രേണിയെ ഞാൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രത്യേക നിയമം ഉപയോഗിച്ച് ഒരു പ്രത്യേക ഓർഡറിൽ അഥവാ ക്രമത്തിൽ എനിക്ക് എഴുതാൻ കഴിയുന്ന സംഖ്യകളുടെ കൂട്ടത്തെയാണ് ഞാൻ നമ്പർ സീക്വൻസ് അഥവാ സംഖ്യാശ്രേണി എന്ന് വിളിക്കുന്നത്. സംഖ്യാശ്രേണിക്ക് മറ്റുദാഹരണങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ കണ്ട നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻ. അവിടെ ആദ്യത്തെ നമ്പർ 1 ആണ്, രണ്ടാമത്തെ നമ്പർ 2 ആണ്, മൂന്നാമത്തെ നമ്പർ 3 ആണ് എന്നിങ്ങനെ പോകുന്നു അല്ലേ. ആദ്യത്തെ നമ്പറായ 1നോട് 1 കൂട്ടുമ്പോൾ നമുക്ക് രണ്ടാമത്തെ മെമ്പറായ 2 കിട്ടുന്നു. ഇതിനോട് 1 കൂട്ടുമ്പോൾ നമുക്ക് 3 കിട്ടുന്നു. എന്നിങ്ങനെ ഒരു ക്രമവും അതുപോലെ ഒരു പ്രത്യേക നിയമവും അനുസരിച്ചാണ് ഈ സീക്വൻസിനെ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു നമ്പർ സീക്വൻസിന് എക്സാമ്പിൾ ആണ്. അതുപോലെ നമ്മൾ കണ്ട ഈവൻ നമ്പേഴ്സിൻ്റെ സെറ്റും ഓഡ് നമ്പേഴ്സിൻ്റെ സെറ്റുമെല്ലാം നമ്പർ സീക്വൻസിന് എക്സാമ്പിൾ ആണ്. ഇവിടെ നമ്മൾ ഈവൻ നമ്പേഴ്സിൻ്റെ സെറ്റ് ഉണ്ടാക്കാൻ ഓരോ സംഖ്യയോട് 2 കൂട്ടുമ്പോൾ അടുത്ത സംഖ്യ കിട്ടുന്നു. അതുപോലെ ഓഡ് നമ്പേഴ്സിൻ്റെ സെറ്റിലാണെങ്കിലും ഒരു നമ്പറിനോട് 2 കൂട്ടുമ്പോഴാണ് അടുത്ത നമ്പർ കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്ത പോർഷൻ നോക്കാം. ഓൾജിബ്ര ഓഫ് സീക്വൻസ്. എന്താണ് ഒരു ശ്രേണിയുടെ ബീജഗണിത എന്ന് നമുക്ക് നോക്കാം. ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശ്രേണിയിലെ
ടേംസും ആ ടേംസിൻ്റെ പൊസിഷൻസും തമ്മിലുള്ള ഒരു ബന്ധം കണ്ടുപിടിക്കുകയാണ് ലക്ഷ്യം. ടേം എന്ന് പറഞ്ഞാൽ പദങ്ങൾ, പൊസിഷൻ എന്ന് പറഞ്ഞാൽ സ്ഥാനം. ഇവിടെ 4, 8, 12, 16 എന്നിങ്ങനെയുള്ള ഒരു സീക്വൻസ് എൻ്റെ കയ്യിലുണ്ട്. ഇവിടുത്തെ ടേംസ് അഥവാ പദങ്ങൾ ഏതൊക്കെയാണ്? 4, 8, 12 എന്നിവയാണ് ഇവിടുത്തെ പദങ്ങൾ. അതുപോലെ 12 എന്നൊരു ടേം എടുത്താൽ ഈ ടേമിൻ്റെ പൊസിഷൻ എത്രയാണ് വരുന്നത്? 3rd പൊസിഷനിലാണ് വരുന്നത് അല്ലേ? ഈ ശ്രേണിയിലെ മൂന്നാമത്തെ സംഖ്യയാണ് 12. സോ 12 എന്ന ടേമിൻ്റെ പൊസിഷനാണ് 3. 12 എന്ന പദത്തിൻ്റെ സ്ഥാനമാണ് 3. ഇത്തരത്തിലുള്ള സംഖ്യാശ്രേണികളുടെ ബീജഗണിത രൂപം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ നമുക്ക് ടേംസ് ഏതൊക്കെയാണ്? 4, 8, 12 എന്നിങ്ങനെയാണ് പോകുന്നത്. ഫസ്റ്റ് ടേം 4, സെക്കൻഡ് ടേം 8, തേർഡ് ടേം 12, ഫോർത്ത് ടേം 16. നോക്കൂ, ഈ പദങ്ങളും പദങ്ങളുടെ സ്ഥാനങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് ആലോചിക്കാം. ഫസ്റ്റ് ടേം 4, സെക്കൻഡ് ടേം 8. ഈ 8ന് നമുക്ക് 4 × 2 എന്ന് എഴുതാലോ. അതുപോലെ തേർഡ് ടേമാണ് 12. 12ന് നമുക്ക് എങ്ങനെ എഴുതാം? 4 × 3 എന്ന് എഴുതാം. അതുപോലെ ഫോർത്ത് ടേമാണ് 16. ഇതിനെ നമുക്ക് 4 × 4 എന്ന് എഴുതാലോ. ഇനി ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് നമ്മുടെ ശ്രേണി ഉള്ളത് എന്ന്. ആദ്യത്തെ ടേം 4 × 1, രണ്ടാമത്തേത് 4 × 2, മൂന്നാമത്തേത് 4 × 3, നാലാമത്തേത് 4 × 4. ഇങ്ങനെ എണ്ണാമത്തെ ടേം ഏത് രീതിയിലായിരിക്കും ഉണ്ടാകുക? 4n ആയിരിക്കും nth ടേം. സോ ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് 4n ആണ്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് x1, x2, x3, x4 എന്നിങ്ങനെയാണ് നമ്മുടെ നമ്പർ സീക്വൻസിലെ ഓരോ ടേംസിനെയും ഡിനോട്ട് ചെയ്യുന്നത്. ചില ബുക്കുകളിൽ A1, A2, A3 എന്നുള്ള നൊട്ടേഷൻ യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ F1, F2 ഇങ്ങനെയുള്ള പലതരത്തിലുള്ള നൊട്ടേഷൻസും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ടേംസിൻ്റെ പൊസിഷനും തമ്മിലുള്ള റിലേഷൻ നമ്മൾ ആലോചിച്ച് നോക്കുക. ഈ രണ്ട് റിലേഷനെയും കണക്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എഴുതാൻ കഴിയുന്നത്. ഈ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കൂ. 1, 3, 5, 7 ഇങ്ങനെ പോകുന്നു. ഈ സീക്വൻസ് എവിടെയോ കണ്ടിട്ടുണ്ട് അല്ലേ? ഇത് ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ്, ഒറ്റ സംഖ്യകളുടെ ശ്രേണിയാണ്. ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എന്തായിരിക്കും? ആദ്യത്തെ സംഖ്യ 1, രണ്ടാമത്തെ സംഖ്യ 3, മൂന്നാമത്തെ സംഖ്യ 5. ആലോചിച്ച് നോക്കൂ, ഇവിടുത്തെ nth ടേം എങ്ങനെ എഴുതാൻ പറ്റും? ഒന്നാമത്തെ സംഖ്യ 2 ആണ്. ഒന്നാമത്തെ സംഖ്യ 1 ആണ്, രണ്ടാമത്തെ സംഖ്യ 3 ആണ്. അങ്ങനെയാണെങ്കിൽ n-ാം പദം ഏതായിരിക്കും? ഇത് 2n-1 എന്ന രൂപത്തിലാണ് ഉള്ളത്. നമുക്ക് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഈവൻ നമ്പേഴ്സ് അഥവാ ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത് എപ്പോഴും 2ൻ്റെ ഗുണിതങ്ങളായിരിക്കും. അപ്പോൾ ഓഡ് നമ്പേഴ്സ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്ന് 1 കുറച്ചാൽ മതി. 2n-1 എന്നതാണ് ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ അഥവാ ബീജഗണിത രൂപം. നമുക്ക് ജനറലായിട്ട് 2n+1 ആണ് എന്നും പറയാറുണ്ട്. പക്ഷേ ഇങ്ങനത്തെ 2n+1 എന്ന് ഡിനോട്ട് ചെയ്യുമ്പോൾ എന്നിൻ്റെ വാല്യൂസ് 0യിൽ തുടങ്ങണം. n=0 ആകുമ്പോഴാണ് 2 × 0 0 +1 എന്ന് പറഞ്ഞ് ആദ്യത്തെ മെമ്പറിനെ കിട്ടുന്നത്. n=1 ആകുമ്പോൾ രണ്ടാമത്തെ മെമ്പറിനെ കിട്ടുന്നു. പക്ഷെ നമുക്ക് പൊസിഷനും അവിടുത്തെ ടേമും തമ്മിലാണ് റിലേറ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ പഠിക്കേണ്ടത് 2n-1 എന്ന എക്സ്പ്രഷൻ ആണ്. ഇനി അതുപോലെ അടുത്ത എക്സാമ്പിൾ നോക്കൂ. 1, 3, 9, 27 എക്സെട്ര. ഇവിടെ നമുക്ക് 3ൻ്റെ എക്സ്പോണൻസ് അഥവാ 3ൻ്റെ പവേഴ്സ് ആണ് വരുന്നത് അല്ലേ? 3 raised to 0 എന്ന് പറഞ്ഞാൽ 1, 3 raised to 1 ആണ് 3,
3 സ്ക്വയർ ആണ് 9, 3 ക്യൂബാണ് 27. ഇങ്ങനെ 3ൻ്റെ പവേഴ്സ് ആണ് നമുക്ക് സീക്വൻസിൽ ഉള്ളത്. സോ ഇതിൻ്റെ ഓൾജിബ്രൈക് ഫോം എന്ന് പറയുന്നത് 3n - 1 എന്നത് ആണ്. നോക്കുക, 3n എന്ന് എഴുതരുത്. അപ്പം നമുക്ക് എന്നിന് 0 തൊട്ടിട്ടാലേ വാല്യൂസ് കറക്റ്റ് ആവുള്ളൂ. പക്ഷെ നമ്മളിവിടെ പൊസിഷനും ടേംസും തമ്മിലുള്ള റിലേഷനാണ് നോക്കുന്നത്. സോ n = 1, 2, 3 എന്നുള്ള വാല്യൂസാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്കേണ്ടത്. ഇനി അടുത്ത എക്സാമ്പിൾ 1, 6, 11, 60 എക്സെട്ര. എന്താണ് ഈ ശ്രേണിയുടെ പ്രത്യേകത? ഈ ശ്രേണിയിലെ ഓരോ ടേമിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കൂ. എത്രയാണ് റിമൈൻഡർ വരുന്നത് എന്ന്. 1 ആണ് റിമൈൻഡർ അല്ലേ? ഈ സീക്വൻസിലെ ഓരോ ടേംസിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണ്. അതാണ് ഈ സീക്വൻസിൻ്റെ പ്രത്യേകത. ഇനി ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എന്താണ് എന്ന് നോക്കാം. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ്. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 6 ആണ്. ഈ 1നെ എനിക്ക് 5 - 4 എന്ന് എഴുതാം. അതുപോലെ 6നെ എനിക്ക് 10 - 4 എന്ന് എഴുതാം. തേർഡ് ടേമായ 11നെ എനിക്ക് 15 - 4 എന്നും ഫോർത്ത് ടേമായ 16നെ എനിക്ക് 20 - 4 എന്നും ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ 10 എന്താണ്? 5 × 2. 15നോ 5 × 3. 20 ആണെങ്കിൽ 5 × 4. ഇങ്ങനെ 5ൻ്റെ മൾട്ടിപ്പിൾസിൽ നിന്ന് 4 കുറയ്ക്കുമ്പോഴാണ് എനിക്ക് നമ്മുടെ സീക്വൻസ് കിട്ടുന്നത്. സോ ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് ഫോം എന്ന് പറയുന്നത് 5n - 4 ആണ്. (5n - 4) ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. 5 × 1 - 4. 5 1s are 5 - 4 എന്ന് പറയുമ്പോൾ 1. 5 × 2 - 4. 5 2s are 10. 10 - 4 എന്ന് പറയുമ്പോൾ 6. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഓൾജിബ്രൈക് ഫോം എഴുതാൻ പറ്റും. ഓൾജിബ്രൈക് ഫോം എഴുതാൻ മറ്റൊരു എളുപ്പ മെത്തേഡ് കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു തരുന്നതാണ്. ഇങ്ങനെ ആലോചിച്ചെടുക്കാൻ പാടുള്ളവർക്ക് ആ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ സീക്വൻസിൻ്റെ മറ്റൊരു പ്രത്യേകതയും കൂടി ഇവിടെ ചർച്ച ചെയ്യാമെന്ന് തോന്നുന്നു. ഈ സീക്വൻസിലെ ഓരോ ടേംസിൻ്റെയും യൂണിറ്റ് പ്ലേസ് അഥവാ ഒറ്റ സംഖ്യയുടെ സ്ഥാനത്ത് ഏതാണുള്ളത്? 1 അല്ലെങ്കിൽ 6 ആണ് ഉള്ളത്. അങ്ങനെ ഒരു പ്രത്യേകതയും ഈ സീക്വൻസിന് ഉണ്ട്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ പോർഷനിലേക്ക് കടക്കാം. എന്താണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് നോക്കാം. അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ എന്താണൊരു സമാന്തര ശ്രേണി എന്ന് നോക്കാം. ശ്രേണി അഥവാ സീക്വൻസിൻ്റെ പ്രത്യേകതയെപ്പറ്റി നമ്മൾ പഠിച്ചു. അവിടെ ഒരു പെർട്ടിക്കുലർ ഓർഡറും പെർട്ടിക്കുലർ റൂളും ഉപയോഗിച്ചാണ് നമ്മുടെ സീക്വൻസ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ഇനി ഒരു സീക്വൻസ് എപ്പോഴാണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയാകുന്നത് എന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് എക്സാമ്പിളിൽ നമ്മൾ നോക്കാം. 1, 1.5, 2, 2.5 അങ്ങനെ ഉള്ളതാണ് നമ്മുടെ സീക്വൻസ്. ഇതിൽ 1നോട് ഹാഫ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സെക്കൻഡ് ടേമായ 1.5 കിട്ടുന്നത്. 1.5നോട് ഹാഫ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് തേർഡ് ടേമായ 2 കിട്ടുന്നു. 2നോട് ഹാഫ് കൂട്ടുമ്പോൾ നമുക്ക് 2.5 കിട്ടുന്നു. ഇങ്ങനെ ആദ്യത്തെ ടേമിനോട്
ഒരു നിശ്ചിത നമ്പർ കൂട്ടുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ടേം കിട്ടുന്നു. രണ്ടാമത്തെ ടേമിനോട് ഒരു നിശ്ചിത ടേം കൂട്ടുമ്പോൾ നമുക്ക് മൂന്നാമത്തെ ടേം കിട്ടുന്നു. അങ്ങനെ അടുത്തടുത്ത ടേം കിട്ടാനായി അതിൻ്റെ മുൻപിലത്തെ ടേമിനോട് നമ്മൾ ഒരു നിശ്ചിത ടേം കൂട്ടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈവൻ നമ്പേഴ്സിൻ്റെ കളക്ഷൻ കണ്ടു. 2, 4, 6, 8. ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഇവിടെ നമ്മൾ അടുത്തടുത്ത ടേംസ് കിട്ടാനായി 2 ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഫിക്സഡ് നമ്പർ റിപ്പീറ്റഡ്ലി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സീക്വൻസിനെയാണ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കുന്നത്. So arithmetic sequence is a sequence obtained by adding a fixed number repeatedly. തുടർച്ചയായി ഒരു നിശ്ചിത സംഖ്യ കൂട്ടി നമ്മൾ ഉണ്ടാക്കുന്ന ശ്രേണിയെയാണ് സമാന്തര ശ്രേണി എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കൂ. 5, 5, 5. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? 5നോട് എത്ര ആഡ് ചെയ്താലാണ് നമുക്ക് രണ്ടാമത്തെ മെമ്പർ കിട്ടുന്നത്? 0 ആഡ് ചെയ്താൽ അല്ലേ. ഇനി രണ്ടാമത്തെ മെമ്പറായ 5, രണ്ടാമത്തെ ടേമായ 5നോട് 0 ആഡ് ചെയ്താൽ നമുക്ക് മൂന്നാമത്തെ ടേമായ 5 കിട്ടുന്നു. ഇങ്ങനെ നമ്മളിവിടെ 0 ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. സോ ഇതും ഒരു അരിത്തമെറ്റിക് സീക്വൻസിന് ഉദാഹരണമാണ്. ഇനി അടുത്തത് നോക്കൂ, അടുത്ത സീക്വൻസ് നോക്കൂ. 20, 18, 16, 14 എക്സെട്ര. ഇവിടെ 20നോട് ഏത് നമ്പർ കൂട്ടിയാലാണ് നമുക്ക് അടുത്ത നമ്പർ കിട്ടുന്നത്? 20നോട് എത്ര കൂട്ടിയാലാണ് നമുക്ക് 18 കിട്ടുന്നത്? നമുക്കറിയാം, 20നോട് -2 കൂട്ടിയാലാണ് 18 കിട്ടുന്നത്. അല്ലെങ്കിൽ 20ൽ നിന്ന് 2 കുറച്ചാലാണ് നമുക്ക് 18 കിട്ടുന്നത്. 18ൽ നിന്ന് 2 കുറച്ചാൽ 16 കിട്ടുന്നു. 16ൽ നിന്ന് 2 കുറച്ചാൽ 14 കിട്ടുന്നു. ഇവിടെ -2 എന്ന ടേമാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആഡ് ചെയ്ത് പോകുന്നത്. ഓരോ ടേംസ് കിട്ടാനായി നമ്മൾ -2 ആണ് ആഡ് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ 2 കുറച്ചുകൊണ്ട് വരുന്നു. ഈ സീക്വൻസിലെ സക്സസീവ് ടേംസ് കിട്ടാനായി നമ്മൾ 2 എന്ന നമ്പർ സബ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സെയിം നമ്പർ ആഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്തുകൊണ്ടോ നമ്മൾ നിർമ്മിക്കുന്ന സീക്വൻസിനെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കുന്നത്. ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ അടുത്തടുത്ത ഏതെങ്കിലും 2 ടേംസ് എടുത്ത് നോക്കൂ. ഇവിടെ 1ഉം 1 1/2. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഹാഫ് അല്ലേ. അതുപോലെ 2, 2 1/2. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഹാഫ് ആണ്. ഇനി മൂന്നാമത്തെ സീക്വൻസ് എടുത്ത് നോക്കുക. ഇവിടെ ഏതെങ്കിലും അടുത്തടുത്ത 2 ടേംസ് എടുക്കുക. 16ഉം 14ഉം. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 16ഉം 14ഉം തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. അതുപോലെ 18ഉം 16ഉം തമ്മിലുള്ള ഡിഫറൻസും 2 ആണ്. ഇങ്ങനെ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ അടുത്തടുത്ത ഏത് 2 ടേംസ് എടുത്താലും അവ തമ്മിലുള്ള ഡിഫറൻസ് അഥവാ വ്യത്യാസം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് നമ്പർ ആയിരിക്കും. ഈ കോൺസ്റ്റൻറ്റ് നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം. The difference between any 2 consecutive terms of the arithmetic sequence is called as common difference. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ പദം എഫ് ആണെങ്കിൽ എഫിനോട് കോമൺ ഡിഫറൻസ് ആയ ഡി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ടേം കിട്ടുന്നു. അതുപോലെ രണ്ടാമത്തെ ടേമിനോട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മൂന്നാമത്തെ ടേം കിട്ടുന്നു. രണ്ടാമത്തെ ടേമായ x2നോട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മൂന്നാമത്തെ ടേം കിട്ടുന്നു.
നോക്കൂ, ഈ x2 നമുക്ക് ഫസ്റ്റ് ടേം പ്ലസ് കോമൺ ഡിഫറൻസ് എന്ന് എഴുതാം അല്ലേ. അങ്ങനെ സെക്കൻഡ് ടേമിനോട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് തേർഡ് ടേം കിട്ടുന്നത്. എഫ് പ്ലസ് ഡി എന്ന് പറയുന്നത് എന്താണ്? എഫ് പ്ലസ് 2d. സോ ഫസ്റ്റ് ടേമിനോട് 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് തേർഡ് ടേം കിട്ടുന്നത്. ഫസ്റ്റ് ടേമിനോട് 1 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് ടേം കിട്ടുന്നു. സെക്കൻഡ് ടേമിനോട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ തേർഡ് ടേം കിട്ടുന്നു. അഥവാ ഇത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഫസ്റ്റ് ടേമിനോട് 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ നമുക്ക് തേർഡ് ടേം കിട്ടുന്നു. ഇനി ഫോർത്ത് ടേം കിട്ടാൻ നമ്മൾ ഫസ്റ്റ് ടേമിനോട് എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? 3 പ്രാവശ്യം അല്ലേ. ഫസ്റ്റ് ടേമിനോട് 3 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ നമുക്ക് ഫോർത്ത് ടേം കിട്ടുന്നു. ഇനി ഫസ്റ്റ് ടേമിനോട് എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് ഫിഫ്ത്ത് ടേം കിട്ടുന്നത്? 4 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ നമുക്ക് ഫിഫ്ത്ത് ടേം കിട്ടും. ഇങ്ങനെ ഫസ്റ്റ് ടേമിനോട് എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലായിരിക്കും നമുക്ക് nth ടേം കിട്ടുക? 1 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ സെക്കൻഡ് ടേം കിട്ടും. 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ നമുക്ക് തേർഡ് ടേം കിട്ടും. 3 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ ഫോർത്ത് ടേമും 4 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ ഫിഫ്ത്ത് ടേമും കിട്ടും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേമിനോട് എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് nth ടേം കിട്ടുന്നത്? ഫസ്റ്റ് ടേമിനോട് n-1 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലായിരിക്കും നമുക്ക് nth ടേം കിട്ടുക. ഇനി നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പദവ്യത്യാസം എന്നത് സ്ഥാനവ്യത്യാസത്തിന് ആനുപാതികമാണ് എന്ന്. അതായത് ടേം ഡിഫറൻസ് പൊസിഷൻ ഡിഫറൻസിന് പ്രപ്പോർഷണൽ ആണ് എന്ന് നമ്മൾ പഠിച്ചു. ഇതിൽ നിന്ന് നമ്മൾ ഒരു ഇക്വേഷൻ ഫോം ചെയ്തു. അതാണ് ഈ തന്നിരിക്കുന്നത്. ടേം ഡിഫറൻസ് ഇസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ്. അതായത് ടേം ഡിഫറൻസും പൊസിഷൻ ഡിഫറൻസും പ്രപ്പോർഷണൽ ആണ് എന്ന് നമ്മൾ പഠിച്ചല്ലോ. ഈ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി ഇവിടെ കോമൺ ഡിഫറൻസ് ആണ്. അതായത് പദവ്യത്യാസം എന്നത് സ്ഥാനവ്യത്യാസത്തിന് ആനുപാതികമാണെന്നും പദവ്യത്യാസത്തിനെ സ്ഥാനവ്യത്യാസം ഇൻറ്റു പൊതുവ്യത്യാസം എന്ന് എഴുതാമെന്നുമാണ് നമ്മൾ പഠിച്ചത്. ഒരു എക്സാമ്പിളിൻ്റെ സഹായത്തോടെ നമുക്കിത് ചെയ്ത് നോക്കാം. നമുക്ക് 2, 4, 6, 8 എന്നിങ്ങനെയുള്ള അരിത്തമെറ്റിക് സീക്വൻസ് എടുക്കാം. ഇവിടെ നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 2 ആണ്, സെക്കൻഡ് ടേം 4 ആണ്, തേർഡ് ടേം 6ഉം ഫോർത്ത് ടേം 8ഉം ആണ്. ഇവിടെ നമുക്ക് ഫോർത്ത് ടേമും സെക്കൻഡ് ടേമും കൺസിഡർ ചെയ്യാം. ഫോർത്ത് ടേമും സെക്കൻഡ് ടേമും കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ് എന്ന് നോക്കാം. ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് 8 - 4 അതായത് 4 ആണ്. ഇനി ഇവിടുത്തെ പൊസിഷൻ ഡിഫറൻസ് എത്രയാണ് എന്ന് നോക്കാം. പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഏതൊക്കെ ടേംസ് ആണ് കൺസിഡർ ചെയ്യുന്നത്? ഫോർത്ത് ടേമും സെക്കൻഡ് ടേമുമാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇവിടുത്തെ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 - 2 അതായത് 2 ആണ്. ഇനി നമുക്കറിയാം ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ കോമൺ ഡിഫറൻസ് എന്ന് വെച്ചാൽ അടുത്തടുത്ത ഏതെങ്കിലും 2 ടേംസ് തമ്മിലുള്ള ഡിഫറൻസ്, അടുത്തടുത്ത 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് കോമൺ ഡിഫറൻസ്. ഇവിടെ കോമൺ ഡിഫറൻസ് 2 ആണ്. ഇനി പൊസിഷൻ ഡിഫറൻസും കോമൺ ഡിഫറൻസും പരസ്പരം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നു?
2 ഇൻറ്റു 2 അതായത് 4 ആണ് ഇവിടുത്തെ ടേം ഡിഫറൻസ്. അപ്പോൾ നമുക്ക് പൊസിഷൻ ഡിഫറൻസും കോമൺ ഡിഫറൻസും മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടുത്തെ ടേം ഡിഫറൻസ് കിട്ടുന്നു. പദവ്യത്യാസം എന്ന് പറയുന്നത് സ്ഥാനവ്യത്യാസത്തിനെ പൊതുവ്യത്യാസം കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഗുണനഫലമാണ് എന്ന് നമുക്ക് കിട്ടി. ഒന്നുകൂടെ പറയാം. പദവ്യത്യാസം എന്നത് പൊതുവ്യത്യാസത്തിൻ്റെയും സ്ഥാനവ്യത്യാസത്തിൻ്റെയും തമ്മിലുള്ള ഗുണനഫലമാണ് എന്ന് കിട്ടി. ഇനി ഇതേ എക്സാമ്പിളിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ടേമായ 2ഉം ഫോർത്ത് ടേമായ 8ഉം കൺസിഡർ ചെയ്ത് നോക്കാം. ഇവിടുത്തെ പൊസിഷൻ ഡിഫറൻസ് എത്രയാണ്? പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഫോർത്ത് ടേമും ഫസ്റ്റ് ടേമുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ 4 - 1 എന്ന് പറയുന്നത് 3 ആണ്. ഇനി ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. ഇനി പൊസിഷൻ ഡിഫറൻസും കോമൺ ഡിഫറൻസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടുന്നു. ഇത് തന്നെയാണോ ഇവിടുത്തെ ടേം ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം. ഇവിടുത്തെ ഫോർത്ത് ടേം 8ഉം ഫസ്റ്റ് ടേം 2ഉമാണ്. സോ ഇവിടുത്തെ ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് 8 - 2 അതായത് 6 ആണ്. ഇത് തന്നെയാണ് നമുക്കിവിടെ മൾട്ടിപ്ലൈ ചെയ്തപ്പം കിട്ടിയത് അല്ലേ? ഇനി മറ്റൊരു രീതിയിൽ നോക്കാം. ഇവിടുത്തെ ടേം ഡിഫറൻസിനെയും പൊസിഷൻ ഡിഫറൻസിനെയും ടേം ഡിഫറൻസ് 6ഉം പൊസിഷൻ ഡിഫറൻസ് 3ഉമാണ്. ഇവ തമ്മിൽ പരസ്പരം ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് ആയ 2 കിട്ടി. മറ്റൊരു AP എടുത്ത് നോക്കാം. ഫോർ 8 12 എന്നിങ്ങനെയുള്ള 4ൻ്റെ ഗുണിതങ്ങൾ, 4ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ നോക്കാം. നമുക്ക് ഫസ്റ്റ് ടേം 3ഉം തേർഡ് ടേം 12ഉമാണ്. ഇവിടുത്തെ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 - 1 അതായത് 2 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് അടുത്തടുത്ത രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് 4 ആണ്. പൊസിഷൻ ഡിഫറൻസും കോമൺ ഡിഫറൻസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 8 കിട്ടുന്നു. ഇത് തന്നെയാണോ ഇവിടുത്തെ ടേം ഡിഫറൻസ് എന്ന് നോക്കാം. ഇവിടുത്തെ ടേം ഡിഫറൻസ് എത്രയൊക്കെയാണ്? 12 - 4. 12 - 4 എത്രയാണ്? 8 ആണ് അല്ലേ? സോ ഇവിടെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വാലിഡ് ആണ് എന്ന് കിട്ടി. അതായത് പദവ്യത്യാസം എന്ന് പറയുന്നത് സ്ഥാനവ്യത്യാസത്തിനെ പൊതുവ്യത്യാസം കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഗുണനഫലമാണ്. ടേം ഡിഫറൻസ് ഇസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ്. ഇവിടെ നമുക്ക് mth ടേമും nth ടേമുമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ടേം ഡിഫറൻസ് എത്രയായിരിക്കും? xm - xn ആണ്. ഇനി ഇവിടുത്തെ പൊസിഷൻ ഡിഫറൻസ് എത്രയാണ്? m - n. കോമൺ ഡിഫറൻസ് du ആണെങ്കിൽ നമുക്ക് xm - xn ഇസ് ഈക്വൽ ടു m - n ഇൻറ്റു d എന്ന് എഴുതാം. ഇനി ഈ ഇക്വേഷൻ നമുക്ക് റീഅറേഞ്ച് ചെയ്യുമ്പോൾ d is equal to xm - xn divided by m - n എന്ന് കിട്ടുന്നു. അതായത് ടേം ഡിഫറൻസിനെ പൊസിഷൻ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടുന്നു. ടേം ഡിഫറൻസിനെ പൊസിഷൻ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടുന്നു. പദവ്യത്യാസത്തിനെ സ്ഥാനവ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് പൊതുവ്യത്യാസം കിട്ടുന്നു. നമുക്ക് ഒരു AP തന്നിട്ട് ആ APയിലെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഒന്നുകിൽ നമുക്ക് അടുത്തടുത്തുള്ള രണ്ട് ടേംസ് എടുത്തിട്ട് ആ രണ്ട് പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് അഥവാ വ്യത്യാസം എത്രയാണ് എന്ന് കണ്ടുപിടിക്കാം.
ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത്, ഇപ്പോൾ അടുത്തടുത്ത പദങ്ങളല്ല തന്നിരിക്കുന്നത്, ഏതെങ്കിലും രണ്ട് പദങ്ങളും ആ പദങ്ങളുടെ സ്ഥാനവും ഏതെങ്കിലും രണ്ട് ടേംസും ആ ടേംസിൻ്റെ പൊസിഷനും തന്നിട്ടുണ്ടെങ്കിൽ ടേം ഡിഫറൻസിനെ പൊസിഷൻ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഫോർമുല യൂസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ പ്രീവിയസ് ഇയേഴ്സിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇത്. നമുക്കിനി ഒരു പ്രോബ്ലം നോക്കാം. The third term of an arithmetic sequence is 2 and the fifth term is 3. A. Write first 5 terms of this sequence. B. What is the 25th term? C. Is 88 a term of this sequence? ഇവിടെ നമുക്ക് ഒരു സമാന്തര ശ്രേണിയിലെ തേർഡ് ടേം എന്ന് പറയുന്നത് 2ഉം ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് 3ഉമാണ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസിലെ ആദ്യ 5 പദങ്ങൾ കണ്ടുപിടിക്കാനാണ് എ പാർട്ട്. അതിൻ്റെ ബി പാർട്ട് എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ 25th ടേം കാണാനും സി പാർട്ട് എന്ന് പറയുന്നത് 88 എന്ന നമ്പർ ഈ സീക്വൻസിലെ ഒരു ടേം ആണോ എന്ന് കണ്ടുപിടിക്കാനുമാണ്. ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും ഒന്നും അറിയില്ല, പക്ഷേ ഈ സീക്വൻസിലെ 2 ടേംസ് തന്നിട്ടുണ്ട്. തേർഡ് ടേമും ഫിഫ്ത്ത് ടേമും തന്നിട്ടുണ്ട്. തേർഡ് ടേം എന്ന് പറയുന്നത് 2ഉം ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് 3യുമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടേം ഡിഫറൻസും പൊസിഷൻ ഡിഫറൻസും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് 3 - 2 അതായത് 1 ആണ്. അതുപോലെ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് 5 - 3 which is equal to 2ഉമാണ്. ടേം ഡിഫറൻസും പൊസിഷൻ ഡിഫറൻസും കിട്ടിക്കഴിഞ്ഞാൽ ഇവയെ നമുക്ക് ഡിവൈഡ് ചെയ്താൽ കോമൺ ഡിഫറൻസ് കിട്ടുന്നു. പദവ്യത്യാസത്തിനെ സ്ഥാനവ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് പൊതുവ്യത്യാസം കിട്ടുന്നു. ഇവിടെ പദവ്യത്യാസം 1ഉം സ്ഥാനവ്യത്യാസം 2ഉമാണ്. സോ 1/2 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസും തേർഡ് ടേമും ഫിഫ്ത്ത് ടേമും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സീക്വൻസിലെ മറ്റ് ടേംസ് കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്കറിയാം ഫസ്റ്റ് ടേമിനോട് 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ നമുക്ക് തേർഡ് ടേം കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ തേർഡ് ടേമിൽ നിന്ന് 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. സോ നമ്മൾ ഇവിടെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനായി നമ്മുടെ മൂന്നാമത്തെ പദത്തിൽ നിന്ന് 2 പ്രാവശ്യം പൊതുവ്യത്യാസം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ പദത്തിനോട് 1 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാലാണ് നമുക്ക് മൂന്നാമത്തെ പദം കിട്ടുന്നത്. സോ മൂന്നാമത്തെ പദത്തിൽ നിന്ന് 1 പ്രാവശ്യം പൊതുവ്യത്യാസം കുറച്ചാൽ നമുക്ക് രണ്ടാമത്തെ പദം കിട്ടും. സോ നമുക്ക് തേർഡ് ടേം അറിയാം. സെക്കൻഡ് ടേം കണ്ടുപിടിക്കാനായി വി ഹാവ് ടു സബ്ട്രാക്ട് കോമൺ ഡിഫറൻസ് ഫ്രം ദ തേർഡ് ടേം. അങ്ങനെ x3 - d ചെയ്യുമ്പോൾ നമുക്ക് x2 കിട്ടുന്നു. ഇങ്ങനെ നമ്മൾ സെക്കൻഡ് ടേം കണ്ടുപിടിച്ചു. അതുപോലെ തേർഡ് ടേം അറിയാം. തേർഡ് ടേമിനോട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ നമുക്ക് ഫോർത്ത് ടേം കണ്ടുപിടിക്കാം. ഫിഫ്ത്ത് ടേം നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 3 ആണെന്ന് തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഈ സീക്വൻസിലെ ഫസ്റ്റ് 5 ടേംസ് കണ്ടുപിടിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ്റെ ബി പാർട്ടിലേക്ക് പോകാം. ബി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് ഈ സീക്വൻസിലെ 25th ടേം കണ്ടുപിടിക്കാനാണ്. അപ്പം നമുക്ക് ഓൾറെഡി തേർഡ് ടേമും ഫിഫ്ത്ത് ടേമും അറിയാം. ഇതിൽ നിന്ന് നമുക്ക് 25th ടേം കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഫസ്റ്റ് ടേം അറിയാം, ഇതിൽ നിന്ന് 25th ടേം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേമിനോട് എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് 25th ടേം കിട്ടുക? ഫസ്റ്റ് ടേമിനോട് 24 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ നമുക്ക് 25th ടേം കിട്ടുന്നു.
ഇനി അതുപോലെ തേർഡ് ടേമിൽ നിന്ന് 25th ടേമിലെത്താൻ തേർഡ് ടേമിനോട് എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? തേർഡ് ടേമിനോട് 25 മൈനസ് 3, അതായത് 22 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് നമുക്ക് 25th ടേമിലെത്താൻ കഴിയുന്നത്. ഇനി 5th ടേമിനോട് എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് നമുക്ക് 25th ടേമിലെത്താൻ കഴിയുന്നത്? അതിനായി 25 മൈനസ് 5, അതായത് 20 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് നമുക്ക് 25th ടേമിൽ എത്താൻ കഴിയുന്നത്. ഇവിടെ ആ ഒരു ഐഡിയ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 5th ടേമിനോട് 20 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ നമുക്ക് 25th ടേം കിട്ടുന്നു. ഇനി ഇതിനെ മറ്റൊരു രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം. നമുക്കറിയാം എക്സ് എം മൈനസ് എക്സ് എൻ എന്ന് പറയുന്നത് എം മൈനസ് എൻ ടൈംസ് ഡി ആണ്. ഈ ഒരു ഫോർമുലയിൽ mth ടേമായിട്ട് 25നെയും nth ടേമായിട്ട് 5നെയും കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് ഇത് സോൾവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ 25 എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. 5th ടേം എന്ന് പറയുന്നത് 3 ആണ്. 25 മൈനസ് 5 എന്ന് പറയുന്നത് 20യും കോമൺ ഡിഫറൻസ് ഹാഫും ആണ്. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ x25 മൈനസ് 3 ഇസ് ഈക്വൽ ടു 20/2, അതായത് 10 എന്ന് കിട്ടുന്നു. സോ 25th ടേം എന്ന് പറയുന്നത് 13 ആണ് എന്ന് കിട്ടി. ഇനി ഇതല്ലെങ്കിൽ നമുക്ക് x25 മൈനസ് x3 ഇസ് ഈക്വൽ ടു 25 മൈനസ് 3 ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്ന് ചെയ്താലും നമുക്ക് 25th ടേം കണ്ടുപിടിക്കാൻ പറ്റും. പല രീതിയിലും നമുക്കിതിനെ അപ്രോച്ച് ചെയ്യാം. ഏത് രീതിയാണോ നമുക്ക് കംഫർട്ടബിൾ ആ രീതിയിൽ ചെയ്യാം. ഇനി ഇതിൻ്റെ മൂന്നാമത്തെ ഭാഗത്ത് ചോദിച്ചിരിക്കുന്നത് ഈസ് 88 എ ടേം ഓഫ് ദ സീക്വൻസ് എന്നാണ്. 88 ഈ സീക്വൻസിലുള്ള ഒരു ടേം ആണോ എന്ന് ചോദിച്ചിരിക്കുന്നു. ഒരു നമ്പർ തന്നിട്ട് അത് നമ്മുടെ തന്നിരിക്കുന്ന സീക്വൻസിലുണ്ടോ എന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് പല വർഷങ്ങളിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പല രീതിയിലും ചെയ്യാം. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് നമ്മുടെ സീക്വൻസ് എടുത്തിട്ട് ഈ സീക്വൻസിലെ ഓരോ ടേംസിനെയും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഒരു സീക്വൻസിലെ ടേംസിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടുത്തെ റിമൈൻഡർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഒരു സീക്വൻസിലെ ഏതൊരു ടേമിനെയും നമ്മൾ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് കിട്ടുന്നത് സെയിം ആയിട്ടുള്ള റിമൈൻഡർ ആയിരിക്കും. ഇതൊരു രീതി. ഈ സീക്വൻസിലെ ഓരോ ടേംസും എടുത്തിട്ട് അതിനെ നമുക്ക് കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. റിമൈൻഡർ കിട്ടുന്നത് എത്രയാണെന്ന് നോക്കിയിട്ട് 88നെയും നമുക്ക് കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുകയും അതേ റിമൈൻഡർ ആണോ കിട്ടുന്നത് എന്ന് ചെക്ക് ചെയ്യാം. അതേ റിമൈൻഡർ ആണ് കിട്ടുന്നതെങ്കിൽ 88 നമ്മുടെ സീക്വൻസിലെ ഒരു ടേം ആണ്. അതേ റിമൈൻഡർ അല്ല എങ്കിൽ 88 നമ്മുടെ സീക്വൻസിലെ ഒരു ടേം അല്ല. ഇതൊരു രീതി. ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് നമുക്കറിയാം എക്സ് എം മൈനസ് എക്സ് എൻ ഡിവൈഡഡ് ബൈ എം മൈനസ് എൻ എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. അല്ലെങ്കിൽ എക്സ് എം മൈനസ് എക്സ് എൻ ഡിവൈഡഡ് ബൈ ഡി എന്ന് പറയുന്നത് എം മൈനസ് എൻ എന്ന ഒരു നമ്പറാണ്. അതായത് നമ്മുടെ ടേം ഡിഫറൻസിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ടേം ഡിഫറൻസിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ ഒരു ടേം നമ്മുടെ സീക്വൻസിലുണ്ടോ എന്നറിയാൻ ആ ടേമും നമ്മുടെ സീക്വൻസിൽ ഏതെങ്കിലും ഒരു ടേമും തമ്മിലുള്ള ടേം ഡിഫറൻസ് കണ്ടുപിടിക്കുക. ആ ടേം ഡിഫറൻസിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ടേം നമ്മുടെ സീക്വൻസിലുണ്ടെന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ആ ടേം നമ്മുടെ സീക്വൻസിൽ ഇല്ല എന്നും നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇവിടെ പ്രോബ്ലത്തിൽ നമുക്കുള്ളത് 88 ആണ് അല്ലേ. ഇനി ഈ ക്വസ്റ്റ്യനിൽ തേർഡ് പാർട്ട് എന്ന് പറയുന്നത്
88 ഈ ടേമിലെ ഒരു സീക്വൻസ് ആണോ എന്ന് കണ്ടുപിടിക്കാനാണല്ലോ. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമുക്ക് 88 ഈ സീക്വൻസിലെ ഒരു ടേം ആണ് എന്ന് അസ്യൂം ചെയ്യാം. നമുക്കറിയാം ഈ സീക്വൻസിലെ തേർഡ് ടേം എന്ന് പറയുന്നത് 2 ആണ്. സോ ഇവിടുത്തെ ടേം ഡിഫറൻസ് എത്രയാണ്? 88 മൈനസ് 2, അതായത് 86 ആണ്. ഈ 86നെ നമുക്ക് കോമൺ ഡിഫറൻസ് ആയ ഹാഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. നമുക്കറിയാം 86നെ ഹാഫ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ഇവിടെ ഒരു ഫ്രാക്ഷനാണ്. സോ ഫ്രാക്ഷൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. സോ 86 ഇൻറ്റു 2/1 എന്നാണ് നമുക്ക് കിട്ടുന്നത്. സോ 86 ഇൻറ്റു 2 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പറാണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? 86നെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറയാം. അതായത് ഇവിടുത്തെ ടേം ഡിഫറൻസിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു. ഇവിടുത്തെ പദവ്യത്യാസത്തിനെ പൊതുവ്യത്യാസം കൊണ്ട് നമുക്ക് ഹരിക്കാൻ കഴിയുന്നു. അതിനാൽ ഇതൊരു സമാന്തര ശ്രേണിയിലെ അംഗമാണ്. നമ്മുടെ സമാന്തര ശ്രേണിയിലെ അംഗമാണ് 88. അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഈ ടേമിലെ ഈ സീക്വൻസിലെ ഓരോ ടേംസിനെയും നമുക്ക് കോമൺ ഡിഫറൻസ് ആയ ഹാഫ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2നെ ഹാഫ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 4 കിട്ടുന്നു. ഇനി 3നെ നമുക്ക് ഹാഫ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 കിട്ടുന്നു. അതുപോലെ 88നെ നമുക്ക് ഹാഫ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6. ഇവിടുത്തെ എല്ലാം റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആണ്. 88നെ നമുക്ക് ഹാഫ് കൊണ്ട് ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ 0 ആണ്. സോ 88 എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ ഒരു ടേമാണ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇനി നമുക്ക് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആൾജിബ്രയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാനിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഏതൊരു സമാന്തര ശ്രേണിക്കും ഒരു ബീജഗണിത രൂപം ഉണ്ട്. ബീജഗണിത രൂപം ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് അതൊരു സമാന്തര ശ്രേണി ആവണം എന്നില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എക്സാമ്പിൾ പഠിച്ചിരുന്നു. 3ൻ്റെ പവേഴ്സിൻ്റെ ഒരു സീക്വൻസ് 1 3 9 ഈ ഒരു സീക്വൻസ് നമ്മൾ കണ്ടിരുന്നു അല്ലേ? ഈ സീക്വൻസ് എൻ്റെ ഓൾജിബ്രൈക് ഫോം നമ്മൾ പഠിച്ചിരുന്നു 3n-1. ഈ സീക്വൻസിന് ഒരു ഓൾജിബ്രൈക് ഫോം ഉണ്ട് അല്ലേ? പക്ഷേ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? ഇവിടെ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടോ? 3 - 1 എന്ന് പറയുന്നത് 2 ആണ്. 9 - 3 എന്ന് പറയുന്നത് 6 ആണ്. സോ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. അതായത് ഓൾജിബ്രൈക് രൂപമുണ്ട് എന്ന് കരുതിക്കൊണ്ട്, ബീജഗണിത രൂപമുണ്ട് എന്ന് കരുതിക്കൊണ്ട് അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി ആകണം എന്ന് ഇല്ല. പക്ഷേ എല്ലാ അരിത്തമെറ്റിക് സീക്വൻസിനും എന്തുണ്ടാകും? ഒരു ഓൾജിബ്രൈക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു ഓൾജിബ്രൈക് ഫോം ഉണ്ടാകും. നമുക്ക് കഴിഞ്ഞ കുറച്ച് മുൻപ് നമ്മൾ കണ്ടിരുന്നു ഫസ്റ്റ് ടേമിനോട് എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാലാണ് nth ടേം കാണുക എന്ന് നമ്മൾ കണ്ടിരുന്നു. ഫസ്റ്റ് ടേമിനോട് n-1 ടൈംസ് പൊതുവ്യത്യാസം കൂട്ടിയാലാണ് നമുക്ക് nth ടേം കണ്ടുപിടിക്കാൻ കഴിയുന്നത്. അതായത് ആദ്യ പദത്തിനോട് പൊതുവ്യത്യാസത്തിൻ്റെ n-1 മടങ്ങ് കൂട്ടുമ്പോഴാണ് നമുക്ക് n-ാം പദം കിട്ടുന്നത്. ആദ്യ പദത്തിനോട് പൊതുവ്യത്യാസത്തിൻ്റെ n-1 മടങ്ങ് കൂട്ടുമ്പോഴാണ് നമുക്ക് n-ാം പദം കിട്ടുന്നത്. ഫസ്റ്റ് ടേമിനോട് കോമൺ ഡിഫറൻസിൻ്റെ n-1 ടൈംസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് nth ടേം കിട്ടുന്നത്. ഈ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ f എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമും n എന്ന് പറയുന്നത്
ആ ടേമിൻ്റെ പൊസിഷനെ ഡിനോട്ട് ചെയ്യുകയും ഡി എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ കോമൺ ഡിഫറൻസുമാണ്. ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്താൽ എക്സ് ഇസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്ന് നമുക്ക് കിട്ടും. സോ സീക്വൻസിലെ ഫസ്റ്റ് ടേം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കോൺസിക്യൂട്ടീവ് ടേംസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഫോർമുല യൂസ് ചെയ്യാവുന്നതാണ്. എക്സ് ഇസ് ഈക്വൽ ടു എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി, അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്ന് കിട്ടുന്നു. ഈ ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡിനെ നമുക്ക് ഇൻ ജനറൽ എ എൻ പ്ലസ് ബി എന്ന് എഴുതാം. വേർ എ എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആയ ഡി തന്നെയും ബി എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയുമാണ്. സോ എക്സ് എൻ ഇസ് ഈക്വൽ ടു എ എൻ പ്ലസ് ബി എന്നതാണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആൾജിബ്രൈക് ഫോം. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപമാണ് എക്സ് ഇസ് ഈക്വൽ ടു എ എൻ പ്ലസ് ബി. ഓർക്കുക, എ എന്ന് പറയുന്നത് പൊതുവ്യത്യാസവും ബി എന്ന് പറയുന്നത് ഈ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യയുമാണ്. ഇങ്ങനെ ഈ ഒരു നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ് ഇസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്ന സമവാക്യം റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സീക്വൻസിൽ എത്ര പദങ്ങളുണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള സമവാക്യം നമുക്ക് കിട്ടുന്നു. ഒരു സീക്വൻസിലെ എന്നാം പദം എക്സ് എന്നും ആദ്യ പദം എക്സ് വണ്ണുമാണെങ്കിൽ nth ടേമിൽ നിന്ന് ആദ്യ പദം, nth ടേം അല്ലെങ്കിൽ അവസാനത്തെ പദത്തിൽ നിന്ന് ആദ്യത്തെ പദം കുറച്ച് അതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുകയും ഈ കിട്ടുന്ന സംഖ്യയോട് ഒന്ന് കൂട്ടുകയും ചെയ്യുമ്പോൾ നമുക്ക് ഈ സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ കഴിയും. ഒരു ചോദ്യം നോക്കാം. ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. ഈ സീക്വൻസിലെ 30th ടേം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. 6, 10, 14 എന്നാണ് സീക്വൻസ്. സോ ഇവിടുത്തെ ഫസ്റ്റ് ടേം എത്രയാണ്? ആദ്യ പദം എന്ന് പറയുന്നത് 6ആണ്. അതുപോലെ ഇനി നമുക്കിവിടുത്തെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം. പൊതുവ്യത്യാസം കണ്ടുപിടിക്കാനായി അടുത്തടുത്തുള്ള ഏതെങ്കിലും രണ്ട് പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് എന്ന് നോക്കിയാൽ മതി. ഇവിടെ നമുക്ക് 10 - 6 അതായത് 4 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് അഥവാ പദവ്യത്യാസം എന്ന് കിട്ടി. ഇനി ഇതിൽ നിന്ന് നമുക്ക് 30th ടേം കണ്ടുപിടിക്കാം. നമുക്കറിയാം എക്സ് എൻ ഇസ് ഈക്വൽ ടു എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ഇവിടെ എഫ് എന്ന് പറയുന്നത് 6ഉം ഡി എന്ന് പറയുന്നത് 4ഉം എൻ എത്രാമത്തെ ടേമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? 30ാമത്തെ ടേമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എൻ എന്ന് പറയുന്നത് 30യുമാണ്. ഈ വാല്യൂസ് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് 30 ഇസ് ഈക്വൽ ടു 6 പ്ലസ് 30 മൈനസ് 1 ഇൻറ്റു 4. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ സീക്വൻസിലെ 30th ടേം 30ാം പദം എന്ന് പറയുന്നത് 122 എന്ന് നമുക്ക് കിട്ടും. മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നോക്കുക, ഇതിന് ഞാൻ ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ ഒന്ന് വേറെ രീതിയിൽ നമുക്ക് നോക്കാം. ഇവിടെ ചോദ്യം എന്തായിരുന്നു? ഈ സീക്വൻസിലെ 30ാമത്തെ പദം കണ്ടുപിടിക്കാനായിരുന്നു ചോദ്യം. ഇനി നമുക്ക് ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. ഈ സീക്വൻസിൽ എത്ര പദങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എങ്കിൽ, എത്ര പദങ്ങളുണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കും എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ പദം 6ആണ്, അവസാനത്തെ പദം 122ഉം പൊതുവ്യത്യാസം എത്രയാണ്? 4ഉമാണ്. ഇനി എത്ര ടേംസ് ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം അതിനു വേണ്ടിയുള്ള സമവാക്യം അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുകയും അതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുകയും ഇതിനോട് 1 ആഡ് ചെയ്യുകയാണ് വേണ്ടത്. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. ഇവിടുത്തെ ലാസ്റ്റ് ടേം 122ഉം ഫസ്റ്റ് ടേം 6ഉമാണ്, കോമൺ ഡിഫറൻസ് 4ഉം. സോ ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 122 മൈനസ് 6 ഹരിക്കണം 4 പ്ലസ് 1, അതായത്
116/4 + 1 നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 30 എന്ന് കിട്ടുന്നു. അതായത് ഈ സീക്വൻസിലെ 30th ടേമാണ് 122. അപ്പം അതിൻ്റെ ഈ ക്വസ്റ്റ്യൻ മറ്റൊരു രീതിയിലാണ് നമുക്ക് ഉണ്ടായിരുന്നത്. 30th ടേം കണ്ടുപിടിക്കാൻ ചോദിച്ചപ്പോൾ നമുക്ക് 122 എന്ന് കിട്ടി. നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ച് ചെയ്ത് നോക്കിയതാണ്. 122 എത്രാമത്തെ പദമാണ് എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചപ്പോൾ അത് 30ാമത്തെ പദമാണ് എന്ന് കിട്ടി. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. Find the sequence whose algebraic expression is 3n - 2. 3n - 2 എന്ന ബീജഗണിത രൂപമുള്ള സീക്വൻസിൻ്റെ ടേംസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 3n - 2 നമുക്കറിയാം ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് xn = an + b ആണ്. ഇവിടെ a എന്ന് പറയുന്നത് പൊതുവ്യത്യാസമാണ്. സോ ഇവിടെ നമുക്ക് 3n - 2 എന്നാണുള്ളത്. എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് പൊതുവ്യത്യാസം അല്ലേ. എന്നിൻ്റെ ഗുണോത്തരമാണ് പൊതുവ്യത്യാസമായി വരുന്നത്. ഇവിടെ എന്നിൻ്റെ ഗുണോത്തരം അഥവാ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 3 ആണ്. സോ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്, പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 3 ആണ്. ഇനി നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനായി നമുക്കറിയാം b എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് ആണ് എന്ന് നമ്മൾ കണ്ടു. സോ ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ ബിനോട് ഡി കൂട്ടുന്നതാണ്. ബി എന്ന് പറയുന്നത് ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് ടേമാണ്. ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് ടേമിനോട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടുന്നു. ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറയുന്നത് -2ഉം കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 3യുമാണ്. സോ ഇത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടുന്നു, 1 എന്ന് കിട്ടി. അപ്പം നമുക്ക് an + b എന്ന രൂപത്തിലുള്ള സീക്വൻസിലെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എന്നിൻ്റെ ഗുണോത്തരവും. ആദ്യ പദം കിട്ടാനായി നമുക്ക് എന്നിൻ്റെ ഗുണോത്തരവും ഇവിടുത്തെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ബിയും കൂടി കൂട്ടുകയാണ് വേണ്ടത്. ഇനി മറ്റൊരു രീതിയിലും നമുക്ക് ഈ ചോദ്യം സോൾവ് ചെയ്യാം. ഇവിടെ നമുക്ക് xn = an + b എന്ന രൂപത്തിലാണ് ഉള്ളത് അല്ലേ. സോ ഇവിടുത്തെ ഒന്നാമത്തെ ടേം കിട്ടാനായി എന്നിൻ്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുക. അതുപോലെ രണ്ടാമത്തെ ടേം കിട്ടാനായി എന്നിൻ്റെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുക്കുക. മൂന്നാമത്തെ ടേം കിട്ടാനായി എന്നിൻ്റെ സ്ഥാനത്ത് 3 ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കണ്ടുപിടിക്കാം. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. ഇങ്ങനെയും നമുക്ക് ഈ ചോദ്യം ചെയ്യാവുന്നതാണ്. ഇവിടെ ഫസ്റ്റ് ടേം 1 ആണെന്ന് കിട്ടി, സെക്കൻഡ് ടേം 4 ആണെന്ന് കിട്ടി. 4 - 1 = 3. അതാണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. ഈ രീതിയിലൊക്കെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതാണ്. ഇനി ഈ ക്വസ്റ്റ്യൻ്റെ ഒരു തേർഡ് പാർട്ടായിട്ട് കണ്ടിട്ടുള്ളത് ഈ സീക്വൻസ് 3n - 2 എന്ന സീക്വൻസിലെ ഓരോ ടേംസിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. 3n - 2 എന്ന സീക്വൻസിലെ ഓരോ ടേംസിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്രയാണ് എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടുത്തെ റിമൈൻഡർ എന്ന് പറയുന്നത് -2 ആയിരിക്കും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടുത്തെ റിമൈൻഡർ എന്ന് പറയുന്നത് -2 ആയിരിക്കും. ഇനി മറ്റൊരു സീക്വൻസ് എടുക്കാം. 7n + 4.
ഈ സീക്വൻസിലെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 7 ആണ്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 7 + 4 അതായത് 11 ആണ്. ഇനി ഈ സീക്വൻസിലെ ഓരോ ടേംസിനെയും നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നോക്കുക. ഇവിടെ എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 7. അല്ലെങ്കിൽ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 7 ആണ്. സോ അങ്ങനെ ഒരു സീക്വൻസിനെ അതിൻ്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ അഥവാ ശിഷ്ടം എത്ര കിട്ടുമെന്നാണ് ചോദിക്കുന്നതെങ്കിൽ അതിവിടെയുള്ള കോൺസ്റ്റൻറ്റ് നമ്പർ ആയിരിക്കും ഉത്തരം. അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് നമ്പറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടുന്നുവോ അതായിരിക്കും ഈ സീക്വൻസിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ. ഇത് 2 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി മറ്റൊരു ചോദ്യം നോക്കാം. The first term of an arithmetic sequence is 10 and the sum of first 5 terms is 250. Find the sequence. അപ്പോൾ ഈ ഒരു ചോദ്യം ചെയ്യുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് കോൺസെപ്റ്റുകൾ കൂടി അറിഞ്ഞിരിക്കണം. അതായത് ഒരു സീക്വൻസിലെ 3 ടേംസിന് നമ്മൾ ആഡ് ചെയ്യുകയാണ്. A1, A2, A3 അടുത്തടുത്തുള്ള 3 ടേംസിനെ ആഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പാറ്റേൺ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് A ആണെങ്കിൽ സെക്കൻഡ് ടേം എത്രയായിരിക്കും? A+D ആയിരിക്കും. തേർഡ് ടേം A+2D. സോ ഇതിന് 3നെ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടുന്നു? A+A+A അതായത് 3A + D+2D എന്ന് പറയുന്നത് 3D. അങ്ങനെ ഈ 3 ടേംസിനെ ആഡ് ചെയ്താൽ നമുക്ക് 3A + 3D എന്ന് കിട്ടുന്നു. ഇതിൽ നിന്ന് 3 കോമണായി പുറത്തെടുത്താൽ 3 × A+D. A+D എന്ന് പറയുന്നത് സെക്കൻഡ് ടേം ആണ് അല്ലേ? സോ ഒരു സീക്വൻസിലെ അടുത്തടുത്ത ഏത് 3 ടേംസിനെ ആഡ് ചെയ്താലും ആ സം എന്ന് പറയുന്നത് നടുക്കത്തെ ടേമിൻ്റെ 3 മടങ്ങാണ്. ഇനി ഒരു സീക്വൻസിലെ അടുത്തടുത്ത 5 പദങ്ങൾ ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഒരു പദം A, രണ്ടാമത്തെ പദം A+D, മൂന്നാമത്തെ പദം A+2D, നാലാമത്തെ പദം A+3D, അഞ്ചാമത്തെ പദം A+4D. ഇത് ആഡ് ചെയ്താൽ എന്താ കിട്ടുന്നത് നോക്കാം. A+A+A+A+A അതായത് 5A. 2D + 3D എന്ന് പറയുന്നത് 5D. 5D + 4D എന്ന് പറയുമ്പം 9D. 9D + D എന്ന് പറയുന്നത് 10D ഇത് കിട്ടുന്നു. ഇതിൽ നിന്ന് 5 പുറത്തെടുത്താൽ 5 × A+2D എന്ന് കിട്ടി. അതായത് A+2D എന്ന് പറയുന്നത് ഇവിടുത്തെ തേർഡ് ടേം ആണ് അല്ലേ? 5 ടേംസ് മൊത്തത്തിലുണ്ട്. ഈ 5 ടേംസിൻ്റെ നടുക്കിലുള്ള ഒരു ടേമാണ് തേർഡ് ടേമായ A+2D. A+2Dയുടെ 5 മടങ്ങായിരിക്കും ഈ സീക്വൻസിലെ ഏതെങ്കിലും 5 പദങ്ങളുടെ തുക എന്നത്. നമുക്ക് പഠിച്ച കാര്യം ഒന്നുകൂടെ നോക്കാം. ഒരു സീക്വൻസിലെ അടുത്തടുത്ത 3 പദങ്ങൾ എടുത്താൽ അവയുടെ തുക കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ തുക എന്ന് പറയുന്നത് നടുക്കത്തെ ടേമായ x2ൻ്റെ 3 മടങ്ങ് ആണ്. 5 പദങ്ങളുടെ തുക എടുത്താലോ? 5 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് നടുക്കത്തെ ടേമിൻ്റെ 5 മടങ്ങാണ്. സോ ഇൻ ജനറൽ നമ്മളൊരു n ടേംസ് എടുക്കുകയാണ്. ഈ എന്നിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ് എടുക്കുന്നത്. ഒറ്റ എണ്ണം സംഖ്യകളാണ് എടുക്കുന്നതെങ്കിൽ അവയുടെ തുക എന്ന് പറയുന്നത് നടുക്കിലുള്ള തുകയുടെ മിഡ് ടേമിൻ്റെ എത്ര മടങ്ങായിരിക്കും? അവിടെ എത്ര നമ്പേഴ്സ് ഉണ്ടോ അതിൻ്റെ അത്രയും മടങ്ങായിരിക്കും. സോ സം എന്ന് പറയുന്നത് എത്ര ടേംസ് ഉണ്ടോ നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡ് ടേം ആണ്. സം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡ് ടേം. അപ്പോൾ ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും.
ഇവിടെ നമ്മൾ എത്ര ടേംസ് ആണ് എടുക്കുന്നത്? ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ് എടുക്കുന്നത്. ഓഡ് നമ്പർ ഓഫ് ടേംസ് എടുത്താൽ സം ഇസ് ഈക്വൽ ടു നമ്പർ ഇൻറ്റു മിഡ് ടേംസ് എന്ന് കിട്ടും. ഇത് നമ്മൾ ഈവൻ നമ്പർ എടുത്താൽ ഇതുപോലെ ഒരു മിഡ് ടേം കണ്ടുപിടിക്കാൻ പറ്റുമോ? ഈവൻ നമ്പർ ഓഫ് ടേംസ് എടുത്താൽ എപ്പോഴും നമുക്ക് നടുക്ക് 2 ടേംസ് ഉണ്ടാകുമല്ലേ? സോ നമുക്ക് ഈ ഒരു ഐഡിയ അല്ല അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അവിടെ നമുക്ക് ഇതുപോലൊരു പെയറിങ് ഐഡിയ ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ 6 ടേംസിൻ്റെ സം എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടേമിനെയും 6th ടേമിനെയും നമുക്ക് പെയർ ചെയ്യാം. അതുപോലെ സെക്കൻഡ് ടേമിനെയും 5th ടേമിനെയും 3rd ടേമിനെയും 4th ടേമിനെയും പെയർ ചെയ്യാം. ഈ പെയേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ പൊസിഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമും 6th ടേമും, സോ പൊസിഷൻ എത്രയായിരിക്കും? പൊസിഷൻസിൻ്റെ സമ്മ് ഫസ്റ്റ് ടേമും 6th ടേമും പൊസിഷൻസിൻ്റെ സമ്മ് 7 ആണ്. സെക്കൻഡ് ടേമും 5th ടേമും പൊസിഷൻ്റെ സമ്മ് 7 ആണ്. അതുപോലെ 3rd ടേമും 4th ടേമും പൊസിഷൻ്റെ സമ്മ് 7 ആണ്. ഇങ്ങനെ പൊസിഷൻസിൻ്റെ സമ്മുകൾ സെയിം ആണെങ്കിൽ സ്ഥാനങ്ങളുടെ തുക തുല്യമാണെങ്കിൽ അവയുടെ ടേംസിൻ്റെ സമ്മും തുല്യമായിരിക്കും. പൊസിഷൻസിൻ്റെ സമ്മ് സെയിം ആണെങ്കിൽ ടേംസിൻ്റെ സമ്മും സെയിം ആണ്. പൊസിഷൻ്റെ സമ്മ് സെയിം ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? ടേംസിൻ്റെ സമ്മും സെയിം ആയിരിക്കും. ഈ ഒരു കാര്യവും മനസ്സിൽ സൂക്ഷിക്കണം. ഇതുപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ഇവിടെ എന്താ പറയുന്നത്? അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ ടേം 10 ആണെന്നും 5 ടേംസിൻ്റെ സമ്മ് 250 ആണ് എന്നും തന്നിരിക്കുന്നു. 5 എന്ന് പറയുന്നത് ഒരു ഒറ്റ സംഖ്യയാണ് അല്ലേ? സോ 5 ടേംസിൻ്റെ സമ്മ് തന്നു കഴിഞ്ഞാൽ നമുക്കവിടെ മൂന്നാമത്തെ ടേം കണ്ടുപിടിക്കാം. ഈ സീക്വൻസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ഏതെങ്കിലും 2 ടേംസ് അറിയണം, അല്ലെങ്കിൽ ആദ്യത്തെ ടേമും കോമൺ ഡിഫറൻസും അറിയണം. ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് അറിയില്ല, പക്ഷെ ആദ്യത്തെ ടേം അറിയാം. അപ്പോൾ നമ്മൾ മറ്റൊരു ടേം കൂടി കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? 5 ടേംസിൻ്റെ സമ്മ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കറിയാം 5 ടേംസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് മിഡ് ടേമായ x3 അല്ലെങ്കിൽ a3യോട് നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? ഇവിടെ 5 ടേംസ് ഉണ്ട്. 5 മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും S5 എന്നത്. സോ നമുക്ക് S5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 3rd ടേം കിട്ടും. സം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു a3 ആണ്. ഇവിടെ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് 5ഉം സം എന്ന് പറയുന്നത് 250യുമാണ്. സോ 250 is equal to 5 into a3. Therefore a3 will be equal to 250 divided by 5. അതായത് a3 എന്ന് പറയുന്നത് 50 ആണ്. ഇനി നമുക്ക് ഫസ്റ്റ് ടേമും 3rd ടേമും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക? എക്സ് മൈനസ് എക്സ് എൻ ഡിവൈഡഡ് ബൈ എം മൈനസ് എൻ ആണ് കോമൺ ഡിഫറൻസ്. എക്സ് എം എന്ന് പറയുന്നത് നമുക്ക് 3rd ടേമിന് കറസ്പോണ്ടിങ് ആയിട്ട് 50 മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 3 മൈനസ് 1. 50 മൈനസ് 10 എന്ന് പറഞ്ഞാൽ 40 ഡിവൈഡഡ് ബൈ 2. 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2. 40 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 20 ആണ്. സോ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 20 ആണ്. അങ്ങനെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും 3rd ടേമും കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി ടേംസ് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയും കൂടി ചെയ്യാം. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിൻ്റെയും സെക്കൻഡ് ടേമിൻ്റെയും സമ്മിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും എന്ന രീതിയിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു ചോദ്യം നോക്കാം. The first term of a sequence is 5 and the sum of first 6 terms is 105. Write down the sequence. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ പദം 5 ആണ്. ആദ്യത്തെ 6 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 105 അങ്ങനെയാണെങ്കിൽ സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് 6 ടേംസ് ഉണ്ട് അല്ലേ?
6 ടേംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനിങ്ങനെ പെയർ ആക്കിയിട്ട് എഴുതാൻ പറ്റുന്നു കണ്ടു. അതായത് x1 പ്ലസ് x6ഉം x2 പ്ലസ് x5ഉം x3 പ്ലസ് x4ഉം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? ഈ 6 ടേംസും കൂടി കൂട്ടിയാലാണ് നമുക്ക് 105 കിട്ടുന്നത് അല്ലേ? സോ x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് x6 ആണ്. നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്താൽ x1 പ്ലസ് x6 പ്ലസ് x2 പ്ലസ് x5 പ്ലസ് x3 പ്ലസ് x4 എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടുന്നു? 105 ആണെന്ന് കിട്ടുന്നു. നമുക്കറിയാം x1 പ്ലസ് x6ഉം x2 പ്ലസ് x5ഉം x3 പ്ലസ് x4ഉം ഈക്വൽ ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ സം k ആണ് എന്നെടുത്താൽ ഈ സമ്മിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x1 പ്ലസ് x6 എന്ന് പറയുന്നത് k, x2 പ്ലസ് x5 എന്ന് പറയുന്നതും k, അതുപോലെ x3 പ്ലസ് x4 എന്ന് പറയുന്നതും k. സോ 3k എന്ന് പറയുന്നതാണ് 105. 3k എന്ന് പറയുന്നതാണ് 105 എങ്കിൽ kൻ്റെ വാല്യൂ എത്രയായിരിക്കും? 105 ഡിവൈഡഡ് ബൈ 3. സോ x1 പ്ലസ് x6 എന്ന് പറയുന്നത് 105/3 അതായത് 35 ആയിരിക്കും. kൻ്റെ വാല്യൂ 35 ആണ്. അപ്പോൾ അത് തന്നെയാണ് x1 പ്ലസ് x6. സോ x1 നമുക്കറിയാം എത്രയാണ്? 5 ആണ്. x1 പ്ലസ് x6 എന്ന് പറയുന്നത് 35 ആണ്. സോ x6 എത്രയായിരിക്കും? x6 വിൽ ബി ഈക്വൽ ടു 35 മൈനസ് x1, അതായത് 35 മൈനസ് 5 വിച്ച് ഇസ് ഈക്വൽ ടു 30. അതാണ് നമുക്ക് x6ൻ്റെ വാല്യൂ. ഇനി ഇതല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടേമിനോട് 5 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലും നമുക്ക് 6th ടേം കിട്ടുന്നു. അങ്ങനെ സീക്വൻസിലെ ഫസ്റ്റ് ടേമും 6th ടേമും കിട്ടി. ഇനി ഇതേപോലെ നമുക്ക് കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കാം അല്ലേ? കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ടേംസും കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കോൺസെപ്റ്റ് കൂടി നോക്കാം. അതായത് ഒരു സീക്വൻസിലെ അല്ലെങ്കിൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇനി ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ n നാച്ചുറൽ നമ്പേഴ്സ്, ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മിൻ്റെ ഫോർമുല എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിലുണ്ട്. n ഇൻറ്റു n+1/2. n ഈവൻ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകളുടെ തുകയാണെങ്കിലോ n ഇൻറ്റു n+1. ഇനി ഓഡ് നമ്പേഴ്സ്, ആദ്യത്തെ n എണ്ണം ഓഡ് നമ്പേഴ്സിൻ്റെ തുകയാണെങ്കിൽ അത് n² ആണ്. ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 20 ഈവൻ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകളുടെ തുക എത്രയായിരിക്കും? n ഇൻറ്റു n+1 ആണ്. ഇവിടെ n 20 ആണ്. സോ 20 ഇൻറ്റു 21 ആണ് ആദ്യത്തെ 20 ഇരട്ട സംഖ്യകളുടെ തുക. ഇനി ആദ്യത്തെ 20 ഒറ്റ സംഖ്യകളുടെ തുകയാണെങ്കിലോ? ഒറ്റ സംഖ്യകളുടെ തുകയാണെങ്കിൽ നമുക്കതെന്ന് പറയുന്നത് n², അതായത് 20² ആയിരിക്കും. ഇനി ആദ്യത്തെ 100 എണ്ണൽ സംഖ്യ, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യേണ്ട സമവാക്യം n ഇൻറ്റു n+1/2 ആണ്. സോ n എന്ന് പറയുന്നത് എത്ര നാച്ചുറൽ നമ്പേഴ്സിൻ്റെ തുകയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? 100 എണ്ണത്തിൻ്റെ അല്ലേ? സോ 100 ഇൻറ്റു 101 ഹരിക്കണം 2 ആണ് അതിൻ്റെ ഉത്തരം വരുന്നത്. ഈ ഫോർമുല യൂസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ധാരാളം മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സീക്വൻസിലെ, ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ n ടേംസിൻ്റെ, n പദങ്ങളുടെ തുക എത്രയാണ് എന്ന സമവാക്യം ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കാം. ഈ സീക്വൻസിലെ ആദ്യ പദം x1ഉം n-ാം പദം xn ആണെങ്കിൽ സീക്വൻസിലെ ആദ്യ n പദങ്ങളുടെ തുക കാണാനുള്ള സമവാക്യമാണ്
എസ് എൻ ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് എക്സ് എൻ. എസ് എൻ ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് എക്സ് എൻ എന്നത്. ഇത് മറക്കരുത്. ഇവിടെ നമുക്ക് ആദ്യത്തെ ടേമും അവസാനത്തെ ടേമുമാണ് തന്നിട്ടുള്ളതെങ്കിൽ ഈ സമവാക്യം ഉപയോഗിക്കാം. ഇനി അവസാനത്തെ പദം തന്നിട്ടില്ല എങ്കിൽ അവസാനത്തെ പദത്തിന് പകരം ഈ സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസമാണ് തന്നിരിക്കുന്നത് എങ്കിൽ തുക എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. അപ്പം നമുക്ക് ഒരു സീക്വൻസിലെ ആദ്യത്തെ n ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. അവിടുത്തെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എയും കോമൺ ഡിഫറൻസ് ഡിയും ആണെങ്കിൽ സം ഓഫ് ടേംസ് എന്ന് പറയുന്നത് എസ് എന്ന് പറയുന്നത് n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി ആണ്. എസ് എൻ ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി. ഈ ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസുമാണ് അറിയുന്നത് എങ്കിലാണ്. ഇനി ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഡയറക്റ്റായിട്ട് അറിയെങ്കിൽ എളുപ്പമാണ്. ആദ്യത്തെ പദവും അവസാനത്തെ പദവും കൂട്ടിയിട്ട് അതിനോട് n/2, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ആണ്, n/2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഈ രണ്ട് ഫോർമുലയും എന്തായാലും പഠിക്കണം. ഇനി മറ്റൊരു ഫോർമുല കൂടിയുണ്ട്. പക്ഷെ അത് ഇപ്രാവശ്യത്തെ ഫോക്കസ് ഏരിയയിൽ നമ്മളങ്ങനെ സ്ട്രെസ് ചെയ്യുന്നില്ല, എന്നാലും പഠിച്ചു വെക്കുക. നമുക്കറിയാം ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു an പ്ലസ് ബി ആണ്. ഇവിടെ എ എന്ന് പറയുന്നത് ആദ്യ പദം അഥവാ ഫസ്റ്റ് ടേമും ബി എന്ന് പറയുന്നത് എഫ് മൈനസ് ഡിയുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക എന്ന് പറയുന്നത് എന്താണ്? 1/2 ഇൻറ്റു എ ഇൻറ്റു n ഇൻറ്റു n+1. ഇവിടെ നമുക്ക് n മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു n+1ഉം ഹാഫും കൂടി എക്സ്ട്രാ വന്നു, പ്ലസ് ബി ഇൻറ്റു n. മനസ്സിലായല്ലോ? an പ്ലസ് ബി എന്നുള്ളതിൽ നിന്ന് a ഇൻറ്റു n ഇൻറ്റു n+1/2 പ്ലസ് ബി എൻ എന്ന് കിട്ടുന്നു. നമുക്കിനി സം ഓഫ് ടേംസിൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഓഫ് ദ സീക്വൻസ് 11, 22, 33 എക്സെട്ര. നമ്മുടെ സീക്വൻസ് ഇവിടെ 11, 22, 33 എന്നിങ്ങനെയാണ് പോകുന്നത്. ഈ സീക്വൻസിലെ ആദ്യത്തെ 25 ടേംസിൻ്റെ തുക കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് ഇതിൽ ഏത് ഫോർമുല വേണമെങ്കിലും ഉപയോഗിക്കാം. അത് നമ്മുടെ കൺവീനിയൻസും അനുസരിച്ച് ഏതാണോ പഠിച്ചു വെക്കാൻ നിങ്ങൾക്ക് എളുപ്പം അതനുസരിച്ച് ചെയ്യാം. നോക്കാം. ഇവിടെ ഫസ്റ്റ് ടേം എത്രയാണ്? ആദ്യ പദം എന്ന് പറയുന്നത് 11 അതുപോലെ ഇവിടുത്തെ പൊതുവ്യത്യാസം എത്രയാണ് എന്ന് നോക്കാം. പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ അടുത്തടുത്ത് ഏതെങ്കിലും രണ്ട് ടേംസ് എടുത്തിട്ട് അവ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ചാൽ മതി. 22 നിന്ന് 11 കുറച്ചാൽ 11, അല്ലെങ്കിൽ 33 നിന്ന് 22 കുറച്ചാൽ 11. സോ ഇവിടുത്തെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 11 ആണ്. ഇനി എത്ര പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്? ആദ്യ 25 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കിവിടെ ആദ്യ പദവും പൊതുവ്യത്യാസവും അറിയാം. അവസാനത്തെ പദം എന്താണ് എന്ന് നമുക്ക് അറിയില്ല. വേണമെങ്കിൽ നമുക്ക് അവസാനത്തെ പദം കണ്ടുപിടിക്കാൻ എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് n-1 ഇൻറ്റു ഡി എന്ന സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് അവസാന പദം കണ്ടുപിടിക്കാം. അങ്ങനെ അവസാന പദം കണ്ടുപിടിച്ചാൽ ആദ്യ പദവും അവസാന പദവും കൂട്ടി ഇതിനോട് n/2 അതായത് 25/2 ഗുണിച്ചാൽ നമുക്ക് തുക കിട്ടും. എന്നാൽ ഇവിടെ രണ്ടാമത്തെ സമവാക്യം ഉപയോഗിക്കുന്നതാണ് എളുപ്പം. Sn is equal to n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി എന്ന സമവാക്യം നമുക്ക് ഉപയോഗിച്ച് ചെയ്ത് നോക്കാം.
എന്നിൻ്റെ സ്ഥാനത്ത് 25ഉം എയിൻ്റെ സ്ഥാനത്ത് 11ഉം ഡീൻ്റെ സ്ഥാനത്ത് 11ഉം ഇട്ട് നമുക്ക് ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കണം, അത് നമുക്ക് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ സിംപ്ലിഫൈ ചെയ്യുക. ബോട്ട്മാസ് നിയമം ഉപയോഗിച്ച് ശ്രദ്ധിച്ച് വേണം സിംപ്ലിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഉത്തരം തെറ്റിപ്പോകും. അപ്പോൾ ആദ്യം നമുക്ക് 25 - 1 എന്താണ് എന്ന് നോക്കാം. 25 - 1 എന്ന് പറയുന്നത് 24ആണ്. 2 × 11 22ആണ്. സോ ഇവിടെ നമുക്ക് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 2 × 11 22 പ്ലസ് 25 - 1 അതായത് 24 × 11 എന്ന് കിട്ടുന്നു. ഇനി 24ഉം 11ഉം ഗുണിക്കുമ്പോൾ 264ഉം 264നോട് 22 കൂട്ടുമ്പോൾ 286ഉം കിട്ടുന്നു. ഇതിനോട് 25/2 ഗുണിക്കുകയാണ് വേണ്ടത്. കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത് 3575 എന്നാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഫൈൻഡ് ദ സം ഓഫ് 20 ടേംസ് ഓഫ് ദ സീക്വൻസ് 6, 10, 14 എക്സെട്ര അപ് ടു 82. ഇവിടെ നമുക്ക് ആദ്യത്തെ പദം 6ആണ്, അതുപോലെ അവസാനത്തെ പദം 82ആണ്. എത്ര പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്? ആദ്യ 20 പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് Sn = n/2 × x1 + xn എന്ന ഫോർമുല ഉപയോഗിക്കാം. എല്ലാം നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടുത്തെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കണമെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 10 - 6 അതായത് 4ആണ്. വേണമെങ്കിൽ നമുക്ക് നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ഉപയോഗിച്ച അതേ സമവാക്യം ഉപയോഗിക്കാം. അതിലും എളുപ്പമാണ് ഇവിടെ Sn = n/2 × x1 + xn എന്ന ഫോർമുല ഉപയോഗിച്ചാൽ. നമുക്ക് ആൻസർ കിട്ടുന്നത് 880 എന്നാണ്. അടുത്ത ചോദ്യം നോക്കാം. കമ്പ്യൂട്ട് 51 + 52 + 53 + എക്സെട്ര അപ് ടു 70. അപ്പം നമുക്കിവിടെ 51 തൊട്ട് 70 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യ പദം 51ഉം പൊതുവ്യത്യാസം എത്രയാണെന്ന് നമുക്കറിയില്ല. അവസാന പദം 70ആണ്. അതുപോലെ ഇവിടെ എത്ര പദങ്ങളുണ്ട് എന്ന് നമുക്ക് അറിയില്ല. ആദ്യ പദവും അവസാന പദവും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് Sn = n/2 × x1 + xn എന്ന സമവാക്യം ഉപയോഗിച്ച് തുക കണ്ടുപിടിക്കാം. പക്ഷേ ഇവിടെ നമുക്ക് എത്ര ടേംസ് ഉണ്ട് എന്നറിയില്ല. സോ ആദ്യം നമുക്ക് നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാം. ഇതിനായി അവസാന പദം മൈനസ് ആദ്യ പദം എന്നതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ച് 1 കൂട്ടിയാൽ നമുക്ക് നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാം. ഇവിടെ 51 തൊട്ട് 70 വരെയുള്ള എണ്ണൽ സംഖ്യകളാണ്. സോ എണ്ണൽ സംഖ്യ അഥവാ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസിലെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 1ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് n = xn - f/d + 1 അതായത് 70 - 51 ഹരിക്കണം 1 + 1 ചെയ്യുമ്പോൾ നമുക്ക് 20 എന്ന് കിട്ടുന്നു. അതായത് ഈ സമാന്തര ശ്രേണിയിൽ മൊത്തത്തിൽ 20 പദങ്ങളുണ്ട്. അപ്പോൾ ഈ ശ്രേണിയിലെ 20 പദങ്ങളുടെ തുകയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. Sn = n/2 × x1 + xn. അതിൽ x1 എന്ന് പറയുന്നത് 51ഉം xn എന്നത് അവസാന പദമായ 70ഉം n എന്നത് എത്ര പദങ്ങളുണ്ട്? 20 പദങ്ങളാണ്. അങ്ങനെ ഉത്തരം കിട്ടുന്നത് 1210 എന്നാണ്. ഇനി ഒരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. ഇവിടെ ഒരു സീക്വൻസിൻ്റെ ഓൾജിബ്രേക്ക് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. 3n + 2 എന്ന ഓൾജിബ്രേക്ക് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ഈ സീക്വൻസിലെ ആദ്യ 6 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനാണ് ചോദ്യം. നമുക്ക് xn എന്ന് പറയുന്നത് 3n + 2 ആണെങ്കിൽ ഇവിടെ ആദ്യ പദം എന്ന് പറയുന്നത് 3 + 2 5ഉം പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എന്നിൻ്റെ കോഎഫിഷ്യൻറ്റ് എന്നിൻ്റെ ഗുണോത്തരമായ 3ഉമാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് പ്രോബ്ലംസ് ചെയ്തപ്പോൾ കണ്ടതാണ് എങ്ങനെയാണ് ഇതിൽ നിന്ന് ആദ്യ പദവും പൊതുവ്യത്യാസം കണ്ടുപിടിക്കുന്നത് എന്ന്.
അങ്ങനെ കണ്ടുപിടിച്ച് നമുക്ക് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ചെയ്യാവുന്നതാണ്. ഇതല്ലെങ്കിൽ നമുക്ക് an+b എന്നാണ് ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപമെങ്കിൽ ആ ശ്രേണിയിലെ ആദ്യ n പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 1/2 ഇൻറ്റു a ഇൻറ്റു n ഇൻറ്റു n+1 പ്ലസ് bn ആണ് എന്ന് നമ്മൾ കണ്ടു. ഈ സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഇവിടെ എയുടെ വില എന്ന് പറയുന്നത് 3ഉം ബിൻ്റെ വില എന്ന് പറയുന്നത് 2ഉമാണ്. അതുപോലെ 6 പദങ്ങളുടെ തുകയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. ഇത് നമുക്ക് ഈ സമവാക്യത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Sn is equal to a ഇൻറ്റു n ഇൻറ്റു n+1/2 പ്ലസ് bn. എക്ക് പകരം 3ഉം ബിക്ക് പകരം 2ഉം അതുപോലെ എന്നിന് പകരം 6ഉം ഇട്ടാൽ നമുക്ക് ആൻസർ കിട്ടും.